എനിക്ക് തൻ്റെ പിന്നാലെ നടക്കാനല്ല, ഒപ്പം നടക്കാൻ ഇഷ്ടം. ഇത് റിലീസായ സമയത്ത് എത്ര ചെക്കന്മാർ ഈ ഡയലോഗ് വെച്ച് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. ട്രോളായിട്ടും തമാശ കളിയാക്കിയിട്ടുള്ള പല സ്ഥലത്ത് യൂസ് ചെയ്യുന്നത്. ആണോ? ഓ, എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ഡയലോഗ് ആയിട്ടാണ് തോന്നുന്നത്. സീനാണ്. പക്ഷെ ഇപ്പൊ കൊറേ നിന്റെ കൂടെ നടക്കാനല്ലോ, ഒപ്പം നടക്കാനല്ലോ. ഞാനിതൊന്നും കണ്ടിട്ടൊന്നുമില്ല ഗസ്, മേ ബി എന്റെ ജനറേഷൻ. ഓക്കെ, സോ എനിവേ, എനിക്ക് നിന്റെ പുറകെ നടക്കാനല്ല കൂടെ നടക്കാനാണ് ഇഷ്ടം. ഓക്കെ, അതെങ്ങനെ പറയാം? എനിക്ക് നിന്റെ പുറകെ നടക്കാനല്ല, അതെങ്ങനെ പറയാം? നടക്കാൻ, എനിക്ക് നിന്റെ പുറകെ നടക്കണ്ട, അതെങ്ങനെ പറയാം? ഐ ഡോണ്ട് വാണ്ട് പുറകെ നടക്കാൻ ലിറ്ററൽ മീനിങ് ഇസ് വാക്ക് ബിഹൈൻഡ് യു. പക്ഷെ പുറകെ നടക്കാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ വായി നോക്കുന്നതിനെയാണല്ലോ ഉദ്ദേശിച്ചത്, സ്റ്റോക്കിംഗ്. സോ ഐ ഡോണ്ട് വാണ്ട് സ്റ്റോക്ക് യു, I wanna walk beside you. walk with you, walk beside you, അല്ലെങ്കിൽ I wanna be with you ഒക്കെ പറയാം. എനിക്ക് നിന്റെ കൂടെ നിൽക്കണം, ആ മീനിങ് പ്രൊപ്പോസൽ ആണല്ലോ. സോ I don't wanna stalk you but I wanna be with you, അല്ലെങ്കിൽ I wanna walk with you എന്ന് പറയാം. ഓക്കെ, തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. ഹലോ, ഓക്കെ. കല്യാണരാമൻ ഐക്കോണിക് ഡയലോഗ്. തളരരുത് രാമൻകുട്ടി, തളരരുത്, ഇതെങ്ങനെയാ പറയാ? തളരരുത് ടയേർഡ് ആവാന്നുള്ള മീനിങ് ഉണ്ട്. പക്ഷെ ഇവിടെ അല്ല, പക്ഷെ ഇവിടെ തളരരുത് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? നീ വിട്ടുകൊടുക്കരുത് എന്നുള്ള മീനിങ് അല്ലേ? സോ അങ്ങനെ അതിനെന്താ പറയാ? ഡോണ്ട് ഗീവ് അപ്പ് എന്ന് പറയും. സോ രാമൻകുട്ടി ഡോണ്ട് ഗീവ് അപ്പ്. ഓക്കെ, ഡോണ്ട് ഗീവ് അപ്പ് ബ്രോ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ബ്രോ ബന്ധമാണല്ലോ അവിടെ. ഓക്കെ, അടുത്തത് നീ ഒന്നും സംസാരിക്കില്ലേ? എന്നെ സംസാരിപ്പിച്ചിട്ട് ഇറങ്ങുള്ളൂ. ഇത് ഈ ടൈമൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് മറ്റേ ദിലീപ് സാച്ചുറേറ്റഡ് ആയ പോലെ തോന്നി. ഇതും എനിക്ക് അത്ര വലിയ തമാശയായിട്ട് തോന്നിയിട്ടില്ല. ചൈന ടൗൺ ഇഷ്ടമായിരുന്നു. ഈ തമാശ ചൈന ടൗണില് ദിലീപ് അടിപൊളിയായിരുന്നു. ആണോ? ഈ ഡയലോഗൊക്കെ ഇഷ്ടമുണ്ട്. ആ ഒരു സിനിമ ഫുൾ ആയിട്ട് കൊണ്ട് ഞാൻ ഇന്നലെ വരെ ഈ സെയിം റീല് കണ്ടപ്പോ അതിലുള്ള ഫുൾ കമന്റ് സെക്ഷൻ ഉള്ളത് ഈ സിനിമ മൊത്തമായിട്ട് കൊണ്ടുപോയത് ലാലേട്ടനെയും ജയറാമിനെയും സൈഡ് ആക്കിയിട്ട് ഫുൾ മൂവി കൊണ്ടുപോയത് ദിലീപ്. അങ്ങനെ പണ്ടിടുന്നത് സിനിമ വലിയ ചാന്ദിനിക്ക് ഹിന്ദി മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ ഡയലോഗ്, അതൊക്കെ ഭയങ്കര ഐ മീൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പണ്ടത്തെ ഈ കല്യാണരാമൻ തിളക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. ഓക്കെ, എനിവേ, വാട ഒറ്റയ്ക്ക് മുട്ടാൻ വാട എങ്ങനെയാ പറയാ? ഒറ്റയ്ക്ക് മുട്ടുന്നതിന് എന്താ പറയാ? ഓക്കെ, വാട ഇസ് കം ഓൺ, ലെറ്റ്സ് ഫൈറ്റ് one on one. Okay, let's do a 1 versus 1 then nu പറയാ. അല്ലെങ്കിൽ let's do 1-on-1 fight. yes അല്ലെങ്കിൽ 1 versus 1 ഉം പറയാം. പക്ഷെ I would prefer 1-on-1. Okay, let's have a fight 1-on-1 അല്ലെങ്കിൽ let's have a 1-on-1 fight എന്നൊക്കെ പറയാം. Okay, അടുത്തത് രാമഭദ്രൻ തല്ലിയവൻ പിടിച്ചോ. അയ്യോ, ഇത് കണ്ട് ചിരിച്ച് അമ്മേ, ഗോഡ് ഫാദർ ഇഷ്ടമല്ലാത്ത ഒരു മലയാളി ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പം അതേ പോണവൻ രാമഭദ്രനെ തല്ലിയവൻ, അതെങ്ങനെ പറയാ? There he goes. The one who beat രാമഭദ്രൻ. യെസ്. ഇപ്പൊ ഇവിടെ ഈ ബീറ്റ് എന്നുള്ള വേർഡ് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ബെറ്റ് മറ്റേ പാസ്റ്റ് ടെൻസ് പ്രസന്റ് ടെൻസ്, അത് നോ മാറ്റർ വാട്ട് ഇറ്റ് ഇസ്, പ്രസന്റ് ഓർ പാസ്റ്റ് വിൽ ബി ദ സെയിം സ്പെല്ലിംഗ്. ഇറ്റ്സ് BEAT ഓൺലി. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഫോർ ടുഡേ, കുറച്ചും കൂടി ഒരു ന്യൂ ജനറേഷൻ സാധനമാണ് നമ്മൾ ലാസ്റ്റിലേക്ക് പിടിച്ചേക്കുന്നത്. ഓക്കെ, നിസ്സാരം നമ്മളെ കൊണ്ട് പറ്റും ഒന്നുകൂടെ. നിസ്സാരം അതെ, രാവിലെ ആവശ്യം. അയ്യോ, പക്ഷെ കരിക്കിന്റെ എത്ര സീരീസ് വന്നാലും തേരാപ്പാരയുടെ അത്ര ഒരു ഇമ്പാക്ട്, ബിക്കോസ് ഐ സീരിയസ്ലി ഡോണ്ട് നോ ദിയർ ഒറിജിനൽ നെയിംസ്. ഫോർ മീ ദിസ് ഗൈ സ്റ്റിൽ ജോർജ്, ദി അതർ വൺ ഇസ് സ്റ്റിൽ ലോലൻ. അങ്ങനെ ജോർജ്, ലോലൻ, ശംഭു, ഷിബു അല്ലേ? എനിക്ക് ആ പേരുകൾ മാത്രമേ ഇപ്പോഴും ഓർമ്മയുള്ളൂ. ഒറിജിനൽ പേരുകളൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. ഓക്കെ, സോ നിസ്സാരം നമ്മളെ കൊണ്ട് ഇത് പറ്റും, ഇതെങ്ങനെ പറയും? It's simple, we can do this. Okay, come on, it's simple, we can do this. സംഭവം സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. അവർ പറഞ്ഞ ഒരു ഇമ്പാക്റ്റിലാണ് അതൊക്കെ കിടക്കുന്നത്. സോ ഇറ്റ് സിമ്പിൾ ഇസ് നിസ്സാരം. ഓക്കെ, സോ കം ഓൺ, ഇറ്റ് സിമ്പിൾ, വി ക്യാൻ ഡു ദിസ്. ഓക്കെ, സോ ഇതേപോലത്തെ നിങ്ങളുടെ ഫേവറേറ്റ് മൂവി ഡയലോഗ്സ് ഉണ്ടെങ്കിൽ താഴെ കോമെന്റ് ചെയ്തോളൂ. വി ക്യാൻ ഡെഫിനറ്റ്ലി ഡു വീഡിയോസ് ഓൺ ദോസ് ഓൾസോ, ബിക്കോസ് ആ മലയാളം ഫേമസ് ഡയലോഗ്സിന് ഇംഗ്ലീഷ് എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോ ആയിട്ട് തന്നെ പഠിച്ചെടുക്കാം. ദിസ് ഇസ് സോ മച്ച് ഫൺ അല്ലേ? ഭയങ്കര എന്റർടൈൻമെന്റ്. ഭയങ്കര രസമായിരുന്നു
ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഞാനും കുറെ എന്താ പറയുക റിസർച്ച് നടത്താം. സോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഫേവറേറ്റ് ഡയലോഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ പറഞ്ഞോളൂ കേട്ടോ. ഇനി ഇംഗ്ലീഷ് കഫേയുടെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം, ഇംഗ്ലീഷ് ഒന്ന് മൊത്തത്തിൽ ഇംപ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അത് നിങ്ങൾ ഏത് ലെവലിലായാലും കുഴപ്പമില്ല, ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ജോയിൻ ആ കോഴ്സ്. താഴെ കോഴ്സ് എന്ന് കോമെന്റ് ചെയ്താൽ മതി. വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇങ്ങനത്തെ ഫൺ ആയിട്ടുള്ള. യെസ്, അപ്പൊ ശരി, ബൈ. ഇംഗ്ലീഷ് കഫേയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസുകൾ, ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ, 24 hours നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ.